അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചരിത്രം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ്. മനുഷ്യവംശത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും എല്ലാവരും ഒരുപോലെ ആശ്രയിക്കുന്ന ഒരു വൈജ്ഞാനിക ശാഖ തന്നെയാണ് ചരിത്രം. ചരിത്രത്തെക്കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർക്ക് തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളാണുള്ളത്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ചരിത്രം എങ്ങനെയാണ് അതിൻ്റെ ഒരു പഠനങ്ങൾ ഉണ്ടായത്, അതുമായി ബന്ധപ്പെട്ട വിവിധ വായനകളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയുള്ള ചില മുഖ്യധാരാ വിവരങ്ങളിലെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിഷയം അവതരിപ്പിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായും 3 പദങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഒന്ന് ഹിസ്റ്ററി, 2 ഹിസ്റ്റോറിസിറ്റി, 3 ഹിസ്റ്റോറിയോഗ്രഫി. ചരിത്രം, ചരിത്രപരത, ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം എന്നീ 3 പദങ്ങളാണ് നമ്മുടെ വിഷയത്തിൽ വരുന്നത്. ചരിത്രം എന്നത് സംഭവങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണല്ലോ നമ്മൾ ചരിത്രം എന്ന് പറയുക. ഹിസ്റ്റോറിസിറ്റി എന്ന് പറഞ്ഞാൽ ആ ചരിത്രത്തിൻ്റെ ഫാക്റ്റിനെ അന്വേഷിച്ച് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ച്വൽ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചരിത്ര ആഖ്യാനത്തെയാണ് ഹിസ്റ്റോറിസിറ്റി എന്ന് നമ്മൾ പറയുക. ഹിസ്റ്റോറിയോഗ്രഫി എന്ന് വെച്ചാൽ ആ ഉള്ള ചരിത്രത്തിൻ്റെ ചരിത്ര ആഖ്യാനങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിലൂടെ പുതിയൊരു നിരീക്ഷണം മുന്നിൽ വെക്കുന്ന ആ തരത്തിലുള്ള പഠനത്തെയാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്നും നമ്മൾ പറയുക. ഈ 3 പദാവലികളിലൂടെയാണ് പൊതുവെ ചരിത്രം കൈകാര്യം ചെയ്യപ്പെടുന്നത്. സാധാരണ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവിധ ആഖ്യാനങ്ങളിൽ നിരവധി വീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ കാണാം. അത് സെക്യുലർ, അതുപോലെ തന്നെ ലെഫ്റ്റ്, ഫെമിനിസ്റ്റ്, അങ്ങനെ അടക്കമുള്ള ധാരാളം മതത്തിൻ്റെയും മതനിരപേക്ഷവുമായ മതത്തിനപ്പുറമുള്ള വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ സമീപിക്കുന്നത് നമുക്ക് പണ്ഡിതന്മാർക്കിടയിൽ ദൃശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് സെക്യുലർ വായന തന്നെയാണ്. സെക്യുലർ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ചരിത്രത്തെ വായിക്കുന്നത് പ്രധാനമായും 3 ഫൗണ്ടേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊന്ന് ഒരു ഹ്യൂമൻ ഏജൻസി എന്ന നിലയിലാണ്. മനുഷ്യനാണ് ചരിത്രം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു വായന അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ജനം, വിവിധ ക്ലാസുകൾ, സ്ഥാപനങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രം, അവരാണ് ചരിത്രത്തിൻ്റെ ആക്ടേഴ്സ് എന്നാണ് പൊതുവെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന് സംഭവിക്കുന്ന പ്രോഗ്രസ്സും അവൻ സംഭവിക്കുന്ന പതനവുമെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ദൈവമോ ദൈവികമോ പൈശാചികമോ ആയ ഒരു വിഷയം ഈ ഒരു വിഷയത്തിൽ കടന്നു വരുന്നില്ല എന്ന് സെക്യുലർ വായനയിൽ പ്രധാനമായി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാന ഘടകം മെത്തഡോളജിക്കൽ നാച്ചുറലിസമാണ്. നാച്ചുറലായ വളരെ ഭൗതികമായി തന്നെ രൂപപ്പെടുന്ന, ക്രമപ്രവൃത്തമായി വളരുന്ന, ഭൗതികമായി തന്നെ അതിൻ്റെ കാരണങ്ങളാൽ, പ്രത്യേകിച്ച് എക്കണോമിക്സ്, ജിയോഗ്രഫി, രാഷ്ട്രീയം എന്നീ പറയുന്ന കാരണങ്ങളാൽ രൂപപ്പെടുന്നതാണ് ചരിത്രം. അതിനേക്കാളും അപ്പുറം ഒരു സൂപ്പർ നാച്ചുറലായ ഒരു ശക്തിയുടെ സാന്നിധ്യമേ അവിടെ ഇല്ല എന്ന് സെക്യുലർ കാഴ്ചപ്പാടിൽ ശക്തമായി എടുത്ത് പറയുന്നുണ്ട്. മറ്റൊന്ന് ലീനിയറായ, വളരെ പ്രോഗ്രസീവായ ഒരു ടൈം പ്രോസസ്സിലൂടെയാണ് ചരിത്രത്തെ സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാടിൽ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇവല്യൂഷൻ, ടെക്നോളജിയുടെയും അവകാശങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ഒരു പരിണാമത്തിൻ്റെ ലീനിയറായ ഒരു വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സെക്യുലർ ചരിത്ര വായന രൂപപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രമുഖനാണ് മാക്സ് വെബർ. അദ്ദേഹം ഈ ഒരു സെക്യുലർ ചരിത്ര വായന അദ്ദേഹം പറയുന്നത് ദ ഗ്രേറ്റ് ഡിസെൻചന്റ്മെന്റ് എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതായത് മതവുപരമായ, അഭൗതികമായ, ദൈവികമായ, സൂപ്പർ നാച്ചുറലോ അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസോ അങ്ങനെ ഈ തരത്തിലുള്ള ഇല്ലോജിക്കലായ കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് തികച്ചും ഭൗതികമായ തരത്തിലുള്ള ഒരു വായനയാണ് അദ്ദേഹം ദ ഗ്രേറ്റ് ഡിസെൻചന്റ്മെന്റ് എന്ന രീതിയിൽ വിശദീകരിക്കുന്നത്. അതോടുകൂടി അദ്ദേഹം പറയുന്നത് ഈ മിറാക്കിൾസ് എന്ന് പറയുന്ന ഒരു വണ്ടർ, ഒരു അത്ഭുതം തരുന്നതാണല്ലോ. അത്ഭുതം എന്ന് പറയുന്ന മാറ്റിവെച്ചാൽ വരേണ്ട ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റും ഈ എൻജോയ്മെൻറ്റും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ലോകത്തെ, വളരെ സെക്യുലറായ ഒരു വായന പരിസരത്തെയാണ് അദ്ദേഹം മാക്സ് വെബർ ഈ കാര്യത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് സാധാരണ
ദൈവികമായ അല്ലെങ്കിൽ മതപരമായ വായനയിൽ അത് ഈ കുറ്റവും ശിക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണല്ലോ കണക്ട് ചെയ്യുന്നത്. എന്നാൽ സെക്കുലർ നെറേറ്റീവുകൾ അത് അവരുടെ ജിയോഗ്രഫി ആയിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായും അവിടുത്തെ രാഷ്ട്രീയവുമായും വിഷയങ്ങളിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്ലേഗ് പോലുള്ള മഹാമാരികൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് അവരുടെ സാനിറ്റേഷൻ, വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ തന്നെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ട്രേഡ് റൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ചരിത്രാഖ്യാനമാണ് പൊതുവെ സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. ഇതല്ലാതെയും വേറെയും നിരവധി ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സിന്റെ രീതികൾ നമുക്ക് കാണാം. പലതരത്തിലുള്ള ഗ്രാൻഡ് നരേറ്റീവ്സുകൾ, ബൃഹത്യാഖ്യാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സിൽ അവർ പ്രധാനമായും പറയുന്നത് ഒരു ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ആരാണോ ഉൽപ്പന്നം അതിൻ്റെ കുത്തകാരുടെ കയ്യിലാണോ അതിനെതിരെയുള്ളവരുമായിട്ടുള്ള നിരന്തരം ഫ്യൂഡലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ഒരു ഫൈറ്റിനെ അദ്ദേഹം അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ക്ലാസ് സ്ട്രഗിളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ വീക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു വെസ്റ്റേൺ തിയറി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രസ് ആണ് ചരിത്രം എന്ന് പറയുന്നത്. അത് വളരെ കൗതുകകരമായ ഒരു വിശദീകരണമാണ്. അവർ പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിലേക്കും ഡെമോക്രസിയിലേക്കും നവോത്ഥാനത്തിലേക്കുമുള്ള ഒരു വളർച്ചയാണ് ഹിസ്റ്ററി എന്ന രീതിയിൽ പറയുന്നത്. നമുക്കറിയാം അത് എത്രത്തോളം സംശയാസ്പദമായി തന്നെ കാണേണ്ട ഒരു ചരിത്രാഖ്യാനമാണ്. മറ്റൊന്നാണ് സ്ട്രക്ചറലിസം. വിവിധ തരത്തിലുള്ള കൾച്ചറൽ സിസ്റ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒരു ഭാഗമെന്ന നിലയിലാണ് ഹിസ്റ്ററിയെ അവർ പറയുന്നത്. അത് സാമൂഹികമായ വിവിധ തരത്തിലുള്ള സംഘടനകളുടെ ഭാഷയിലൂടെ ഇങ്ങനെ ഈ തരത്തിലുള്ള വിവിധ സ്ട്രക്ചറുകൾ ഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ് ചരിത്രം എന്ന രീതിയിലാണ് സ്ട്രക്ചറലിസം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ പോസിറ്റിവിസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ നയനിലപാട് നമുക്ക് കാണാം. അവരുടെ അഭിപ്രായ പ്രകാരം ഒരു സയന്റിഫിക് ഡിസ്കവറിയാണ് ഈ ചരിത്രത്തിന്റെ ഒരു ഡ്രൈവ് എന്ന നിലയിൽ അവർ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷ്യസ് ആയ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ പോസിറ്റീവായ സയന്റിഫിക് ഒരു പൊസിഷനിലേക്ക് വളരുന്ന ഒരു രീതി എന്ന നിലയിലാണ് ചരിത്രത്തെ പോസിറ്റിവിസവും കാണുന്നത്. അതുപോലെ തന്നെ ഈ സെക്കുലറൈസേഷൻ ഒരു സ്ട്രാറ്റജി എന്ന നിലയിലാണ് സെക്കുലറിസ്റ്റ് ചരിത്രകാരന്മാർ പരിചയപ്പെടുന്നത്. ചാൾസ് ടൈലറിനെ പോലുള്ള ആൾക്കാർ അവർ പറയുന്നുണ്ട്, ഈ ചരിത്രത്തിൽ നിന്നും മതത്തെ മാറ്റിവെച്ചാൽ സത്യം കിട്ടുമെന്ന് മാത്രമല്ല നമ്മൾ കരുതേണ്ടത്, പകരം അതിനൊരു നരേറ്റീവായ സ്ട്രാറ്റജി എന്ന നിലയിലാണ് ചരിത്രത്തെ കാണേണ്ടതെന്ന് ചാൾസ് ടൈലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റിയാലിറ്റിയെ ആവണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് സെക്കുലർ ചരിത്ര വായനയിൽ പ്രത്യേകം എടുത്ത് പറയുന്നത്. അവിടെ സെയിന്റുകൾ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ മതകീയ വായന, സെക്കുലർ വായന എന്നാണല്ലോ പൊതുവെ ഈ ഒരു ബൈനറിയിലാണല്ലോ സെക്കുലർ ചരിത്ര വായന അല്ലെങ്കിൽ സെക്കുലറിസത്തെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾ നിലനിൽക്കുന്നത്. ഒന്ന് മതകീയത, റിലീജിയസിറ്റി, മറ്റൊന്ന് സെക്കുലർ കാഴ്ചപ്പാടുകൾ. അപ്പോൾ സാധാരണ മതപരമായ വിഷയങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ലോജിക്കൽ റീസണിങ് അടിസ്ഥാനത്തിലുള്ള ഒരു വായനയാണല്ലോ പൊതുവെ സെക്കുലറിസം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സെക്കുലറിസത്തിന്റെ ഉള്ളിൽ തന്നെയും സെക്കുലറിസത്തിന്റെ ക്രിട്ടിക്കുകൾ പറയുന്നത് സെക്കുലറിസത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു തരത്തിലുള്ള പുണ്യവാളന്മാരുണ്ടാവുന്നുണ്ട്, അതായത് സെയിന്റുകൾ ഉണ്ടാവുന്നു. സെയിന്റുകളെ വിമർശിച്ചുകൊണ്ട് ചരിത്ര വായന നടത്തുന്ന സെക്കുലർ ചരിത്രകാരന്മാർക്കിടയിൽ പോലും സെയിന്റുകളെ, പുണ്യവാളന്മാരെ നിർമ്മിക്കുന്ന ഒരു ചരിത്ര വായന ഉണ്ട്. അതായത് സയന്റിസ്റ്റുകൾ, റിവല്യൂഷണറികളെല്ലാം പുണ്യവാളന്മാരായി സയന്റിഫിക് പ്രത്യേകിച്ച് സെക്കുലർ വായനയിൽ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ അവർക്കും ഒരു ദൈവികത, ഡിവൈനിറ്റി, സേക്രഡ്നെസ് ഉള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുന്നു. ഹ്യൂമൻ റൈറ്റ്സ്, പ്രോഗ്രസ് ഒക്കെയും സെക്കുലർ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സിൽ വളരെ സേക്രഡായ വാല്യൂസായി മാറുന്നു എന്നതും വളരെ രസകരമായ ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് ഈ റിലീജിയസ് സെക്കുലർ ഫ്രെയിംവർക്കുകളും കൂടി നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തി സംസാരിക്കേണ്ടതുണ്ട്. സാധാരണ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇസ്ലാമിനെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ റിലീജിയസ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സിനെ പൊതുവെ പറയുന്നത് ഒരു ഡിവൈൻ, ഒരു ദൈവികമായ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു സാൽവേഷനെ, ഒരു വിമോചനത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവിക പ്രവചനത്തിന്റെ ഫലം എന്ന നിലയിലാണ് ചരിത്രം അതിൻ്റെ ഒരു ഗോളായി, അതിൻ്റെ ഒരു ലക്ഷ്യം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിൻ്റെയും റിവലേഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സാധാരണ മതപരമായ ചർച്ചകൾ ഉണ്ടാവുന്നത്. പ്രവാചകന്മാർ, പുണ്യവാളന്മാർ, രക്തസാക്ഷികൾ ഇവരൊക്കെയും ഹീറോ ആയി മതപരമായ ചരിത്ര വായനയിൽ മാറുന്നു. എന്നാൽ സെക്യുലർ നെറേറ്റീവ്സിൽ
ഡിവൈൻ എന്നതിനേക്കാളും അപ്പുറം മെറ്റീരിയലായ കാസ്വാലിറ്റി ആയിരിക്കും, അതിൻ്റെ ഒരു കാര്യകാരണ ബന്ധങ്ങളായിരിക്കും ഉണ്ടാവുക. സാൽവേഷൻ അല്ലെങ്കിൽ പ്രോഫസി എന്നതിനേക്കാളും അപ്പുറം സെക്യുലർ നരേറ്റീവ്സിൽ പ്രോഗ്രസ്, മനുഷ്യന്റെ വളർച്ച എന്നതിനായിരിക്കും ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ മതവായനയിലുള്ള സ്ക്രിപ്ചർ റെവല്യൂഷൻ എന്നതിൻ്റെ അതോറിറ്റിയേക്കാളും മാറ്റി നിർത്തിക്കൊണ്ട് എവിഡൻസ് റീസൺ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്യുലർ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് രൂപപ്പെടുക. അതുപോലെ തന്നെ ഈ ഇൻവെന്റർ, ലീഡേഴ്സ്, പൊതുജനം എന്നതാണ് ഈ സെക്യുലർ ചരിത്ര വായനയിലെ ഹീറോ. അതായത് പ്രവാചകർ, പുണ്യവാളന്മാർ, രക്തസാക്ഷികൾ എന്നതിനേക്കാളും അപ്പുറം ഈ പറയുന്ന ഒരു സെക്യുലർ ലോകത്തെ നേതാക്കന്മാർ, കണ്ടുപിടുത്തം നടത്തുന്നവർ, പൊതുജനം എന്നതാണ് ഹീറോ എന്ന നിലയിലാണ് സെക്യുലർ ചരിത്ര വായന സാധാരണ അവർ കാണാറുള്ളത്. ഇതുപോലെ മറ്റൊന്നാണ്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരുന്നത്. സാധാരണ രണ്ട് തരത്തിലുള്ള ചരിത്ര രീതികളാണ് ഉള്ളത്. ഒന്ന് ഈ ക്രോണിക്കിൾസിന്റെ അടിസ്ഥാനത്തിലുള്ള ഏൻഷ്യന്റ് മുതൽ ഏകദേശം മിഡീവൽ കാലം വരെയുള്ള ഒരു ചരിത്ര രചന, ഒരു ഹിസ്റ്ററിയുടെ രചന. മറ്റൊന്ന് അതിനുശേഷം പിന്നീട് ഏകദേശം 15 നൂറ്റാണ്ടുകൾക്കിപ്പുറം കുറച്ചും കൂടി ക്രിട്ടിക്കലായി കാണുന്ന മറ്റൊരു രചന. ഈ രണ്ട് രചനകൾ നമുക്ക് കാണാം. ഇസ്ലാമിക ലോകത്തും ഈ തരത്തിലുള്ള രണ്ട് രചനകളുടെയും രണ്ട് ഘട്ടം നമുക്ക് കാണാം. ഇസ്ലാമിന്റെ ചരിത്രകാരന്മാർ, മുസ്ലിം ചരിത്രകാരന്മാരെല്ലാം ഈ തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിയോഗ്രഫീനാണ് കണ്ടത്. ആദ്യം ഇസ്നാദ്, അതായത് ചൈനുകളുടെ ഈ നരേറ്ററുടെ വിശദീകരണം തരുന്ന, വിശദീകരിക്കുന്നവരുടെ പേരുകൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള, അവരെ അസ്മാഉർ റിജാൽ എന്നാണ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ, ഇസ്ലാമിക് ഹിസ്റ്റോറിയോഗ്രഫിയിൽ വിളിക്കുക. ഉലൂമുൽ ഹദീസിൽ വിളിക്കുന്നത് അസ്മാഉർ റിജാൽ എന്ന പേരിലാണ്. അവരുടെ ഇസ്നാദ് ഒരു പ്രധാന ഘടകമായി ഇസ്ലാമിക് ചരിത്രകാരന്മാർ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഇതിനെ, ആ സംഭവിക്കുന്ന വിഷയങ്ങളെ അള്ളാഹുവിന്റെ വിധി എന്ന രീതിയിലാണ് അവർ കണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു രീതി ക്രോണിക്കിൾസും ബയോഗ്രഫിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ക്രോണിക്കിൾസ് എന്നുള്ളൊരു പേരുമുണ്ട്, മറ്റൊന്ന് തൊബക്കാത്ത് എന്ന പേരിൽ ബയോഗ്രഫികൾ അവർ കളക്ട് ചെയ്തിരുന്നു. ക്രോണിക്കിൾസ് എന്ന് പറയുന്നത് പ്രധാനമായും അത് സംഭവിച്ചത് ഈ രാജകീയ പാരമ്പര്യത്തിൽ അവരുടെ കൊട്ടാര പണ്ഡിതന്മാരിലൂടെ അവിടുത്തെ സുൽത്താൻമാർ അവരുടെ യുദ്ധങ്ങളുടെയും മറ്റ് പിടിച്ചടക്കലിന്റെയും ചരിത്രം, സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയാണ് ക്രോണിക്കിൾസായി അന്ന് ഇസ്ലാമിക ലോകത്ത് ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നീട് തൊബക്കാത്ത് എന്ന രീതിയിൽ കുറച്ച് വേറിട്ട ചരിത്രകാരന്മാർ ഇതേ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. അവർ രാജാക്കന്മാരെക്കാളും അപ്പുറം പണ്ഡിതന്മാർ, സൂഫി സെയിന്റുകൾ, അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങൾ, അവരുടെ ബയോഗ്രഫികളെ കേന്ദ്രീകരിച്ചും ചരിത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിന് തൊബക്കാത്ത് എന്ന് പറയുക. ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ പൊതുവായി അതിന് ഫോക്കസ് ചെയ്തത് ഇബ്രത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇസ്ലാമിന്റെ ചരിത്ര വായനയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എന്തിനാണ് ചരിത്രം? ആ ചരിത്രം എന്ന് പറയുന്നത് ഇനി വരും കാല സമൂഹത്തിനുള്ള ഗുണപാഠം എന്ന നിലയിലാവണം എന്നാണ് ഈ പണ്ഡിതന്മാരൊക്കെ മുന്നോട്ട് വെച്ച ഒരു കാര്യം. രണ്ടാമത് അവർ വെച്ചത് അത് ഹക്കും ബാത്തിലും, സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ എന്ന നിലയിലാണ്. അതായത് ക്ലാസ് സ്ട്രഗിൾ എന്നതിനേക്കാളും അപ്പുറം സത്യവും അസത്യവും തമ്മിലുള്ള സ്ട്രഗിൾ എന്ന നിലയിലുള്ള ഒരു ഫൈറ്റാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ തന്നെ പറയുന്നത്, ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ, സത്യം ജയിക്കും ബാത്തിൽ തകരും എന്ന് പറയുന്നത്. ആ ഒരു വാദത്തിന്റെ ഒരു അടിത്തറ നൽകുന്നത് ഈ ആയത്താണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, മോറൽ ലെസൺസിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ ചരിത്രത്തെ മധ്യകാലഘട്ടത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ, ഉമ്മത്തിന്റെ മെമ്മറിയുടെ പ്രിസർവേഷനും സംഭവിക്കുക, ആ മെമ്മറിയെ സംരക്ഷിക്കുന്നതിലൂടെ, ഓർമ്മകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലൂടെ വരുംകാല സമൂഹത്തിന് ഗുണപാഠവുമായി അത് മാറുക എന്നതായിരുന്നു അവർ, ഈ ഒരു മുസ്ലിം സമൂഹം മിഡീവൽ കാലഘട്ടത്തിൽ ഈ ഒരു നിലപാടെടുക്കുന്നതിലൂടെ പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ട്രഡീഷണൽ ആയ ക്രോണിക്കിൾസിന് അവർ ചെയ്തിരുന്നത് വർഷങ്ങളുടെ ഒരു അനലിസ്റ്റിക്കായ ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അത് മാത്രമല്ല, റിപ്പോർട്ടുകൾ മുസ്ലിം പണ്ഡിതന്മാരാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ചരിത്ര രംഗത്ത് തന്നെ സമർപ്പിച്ചത്. അത് നമുക്ക് പ്രധാനമായും കാണുവാൻ കഴിയുന്നത് ഹദീസുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിലാണ്, ഉലൂമുൽ ഹദീസിലാണ് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം
നമ്മുടെ മുഹദ്ദിസുകളെല്ലാം മുസ്ലിം ഇമാമുമാർ എല്ലാം ഹദീസുകളുടെ കളക്ഷനിൽ അവർ സ്വീകരിച്ച ഈ ഹിസ്റ്റോറിയോഗ്രഫിയാണ് പിൽക്കാലത്ത് എല്ലാ ചരിത്ര രചനകളുടെയും ഒരു ബേസിക് ഒരു അടിസ്ഥാനമായി മാറിയത്. അതിനവർ ഫോക്കസ് ചെയ്തത് ഈ പറയുന്ന ആൾക്കാരുടെ ചരിത്രം ഹിയർ ആൻഡ് സേ എന്നതിനേക്കാളും അപ്പുറം വ്യക്തിഗത വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരുടെ വിശ്വസ്തതയെ ഉറപ്പുവരുത്തുക. ഓറൽ ട്രഡീഷൻ ആണെങ്കിൽ പോലും അത് മിത്തും അതുപോലെ തന്നെ വാങ്മൊഴി എന്നതിനേക്കാളും അപ്പുറം സത്യസന്ധത, ആൾക്കാരുടെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ അതിനെ കേന്ദ്രീകരിച്ചെടുക്കുക എന്ന രീതിയിലാണ് ഹിസ്റ്റോറിയോഗ്രഫി മുസ്ലിം സമൂഹത്തിൽ വളർന്നത്. ഇതിൽ അതേ സമയം തന്നെ ഈ ക്രോണിക്കിൾസിൽ മറ്റൊരു രീതി, രാജാക്കന്മാരെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള കിതാബുകളും രൂപപ്പെട്ടു. ഒരു സ്ഥലത്ത് ക്രോണിക്കിൾസ് എങ്ങനെ ഉണ്ടാവുന്നു, അതേ സമയത്ത് പണ്ഡിതന്മാർ ഈ ആൾക്കാരുടെ വിശ്വസ്തതയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്നാദും തവാത്തുറും അവരുടെ സ്വഭാവത്തിൻ്റെയും ഓരോ സംഭവത്തിൻ്റെയും അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരെ കണ്ണി ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ആ ഒരു കണ്ണികൾ രൂപപ്പെടുത്തുക. ഈ തരത്തിൽ സൂക്ഷ്മത വരുത്തുന്ന ഒരു രീതി മറ്റൊരു വിഭാഗം കൈക്കൊള്ളുന്നു. ഇത് രണ്ട് തരമായി മാറിയപ്പോൾ മൂന്നാമത്തെ ഒരു വിഭാഗം തൊബക്കാത്തുകളിലൂടെ, അത് കേൾവിയുടെ അടിസ്ഥാനത്തിൽ കഥകളിലൂടെയും അത് പലപ്പോഴും കറാമത്തിന്റെ കഥകളിലൂടെയാണ് തൊബക്കാത്തുകൾ ഉണ്ടാവുന്നത്. അത് അധികവും സൂഫി പണ്ഡിത ഷേഖന്മാരുടെ ജീവചരിത്രത്തിലാണ് തൊബക്കാത്തുകൾ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രചനകളിൽ പ്രത്യേകിച്ച് തൊബക്കാത്തിലും ക്രോണിക്കിൾസിലുമെല്ലാം ലെജൻസിന്റെ ചരിത്രം, മിറാക്കിൾസിന്റെ കറാമത്തുകളുടെ ചരിത്രം, അത്ഭുതങ്ങളുടെ ചരിത്രം പ്രധാനമായും കാണുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ആധുനിക ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് ഓറിയന്റലിസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ ആധുനിക മുസ്ലിം ചരിത്രകാരന്മാർ പോലും ഇത്തരത്തിലുള്ള ക്രോണിക്കിൾസിന്റെയും തബക്കാത്തുകളുടെയും ആധികാരികതയിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം. അത് പ്രത്യേകിച്ച് ഇബ്നു ഖൽദൂന്റെ ഒരു രചനയിൽ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇബ്നു ഖൽദൂൻ ഈ 10-ാം നൂറ്റാണ്ട് വരെയുള്ള 10-11 നൂറ്റാണ്ട് വരെയുള്ള പല മുസ്ലിം പണ്ഡിതന്മാരെയും ശക്തമായി വിമർശിക്കുന്നത് കാണാം. മസൂദി അടക്കമുള്ള ചരിത്രകാരന്മാരുടെ രചനയിൽ കടലിനടിയിലുള്ള കൊട്ടാരത്തെയും ജിന്നുണ്ടാക്കിയ ബിൽഡിങ്ങിനെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്നതിനെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ചരിത്രത്തെ സമീപിക്കുമ്പോൾ സൂക്ഷ്മമായ സമീപനം വേണമെന്നും അത് ഹിയർ ആൻഡ് സേ എന്നതിനേക്കാളും അപ്പുറം ലോജിക്കും അതുപോലെ തന്നെ ഫാക്റ്റിന്റെയും അടിസ്ഥാനത്തിൽ വേണമെന്നൊക്കെയും അവർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലുള്ള വായനകളാണ് ഇസ്ലാമിക ലോകത്തുണ്ടായത്. അതുപോലെ തന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 മുതൽ 9 വരെ നൂറ്റാണ്ടുകൾ മുസ്ലിം സമൂഹത്തിൽ ഈ ഒരു ക്രോണിക്കിൾസിന്റെയും തബക്കാത്തിന്റെയും ലോകമായിരുന്നെങ്കിൽ പിന്നീട് 10 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ അഖ്ലിന്റെ ഭൗതികമായ വായനയുടെ വലിയൊരു സ്വാധീനം മുസ്ലിം സമൂഹത്തിൽ കാണുന്നുണ്ട്. അതിൽ പ്രധാനമായും നേതൃത്വം വഹിക്കുന്നത് 2 പേരാണ്. ഒന്ന് അൽബിറൂനി. കാരണം ഇന്ത്യൻ ചരിത്ര പഠനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അൽബിറൂനിയാണ് ഒരു പക്ഷേ ഇബ്നു ഖൽദൂനേക്കാളും മുമ്പ് തന്നെ അഖ്ലിന്റെയും വസ്തുതയുടെയും അതുപോലെ തന്നെ റിയാലിറ്റിയുടെയും സാമൂഹിക വളർച്ചയുടെയും അടിസ്ഥാനത്തിൽ ചരിത്രത്തെ വിശദീകരിച്ചത്. ഇബ്നു ഖൽദൂൻ 15-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. അൽബിറൂനി അദ്ദേഹം വരുന്നത് തന്നെ 11-ാം നൂറ്റാണ്ടിലാണ്. അൽബിറൂനി അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രധാന ഒരു ഘടകമാക്കി. അതായത് ഹിയർ ആൻഡ് സേയിനേക്കാളും അപ്പുറം ഇൻവെസ്റ്റിഗേഷൻ പ്രധാന ഘടകമാകുന്നു, തെളിവുകൾ അടിസ്ഥാനപരമായി മാറുന്നു, ഒരു ഒബ്ജക്റ്റിവിറ്റി അദ്ദേഹത്തിന്റെ ചിന്തയിൽ പ്രധാന വിഷയം മാറ്റുന്നു. രാജാക്കന്മാരുടെ കഥകൾ പറയുന്നതിനേക്കാളും അപ്പുറം ഒരു സമൂഹത്തിന്റെ അവിടുത്തെ ഫിലോസഫി, അവിടുത്തെ സംസ്കാരം, അവിടെ ഉണ്ടായ വിവിധ വൈജ്ഞാനിക ശാഖകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതിലെല്ലാം, അതായത് അദ്ദേഹം ശരിയായ ഒരു വിശ്വാസി ആയിരിക്കെ തന്നെ ലോജിക്കും സയൻസും അനിവാര്യമാണ് ചരിത്രത്തിന്റെ പഠനത്തിൽ എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നതും കാണാം. ഇതിനുശേഷം രണ്ടാമത് ഒരു ഇസ്ലാമിക ലോകത്ത് ഇതേ തരത്തിൽ കുറച്ചും കൂടി വികസിതമായ രൂപത്തിൽ ചരിത്രത്തെ വീക്ഷിക്കുന്നത് ഇബ്നു ഖൽദൂനാണ്. ഇബ്നു ഖൽദൂന്റെ പ്രധാനപ്പെട്ട 2-3 തിയറികൾ, ഒന്ന് അസബിയ തിയറി, രണ്ടാമത് സൈക്കിൾ തിയറി. ഇത് ചരിത്രത്തിൽ പ്രധാന വിഷയമായി മാറി. കാരണം യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ തന്നെ പിതാവെന്ന് ചില ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ പോലും എണ്ണുന്നത് ഇബ്നു ഖൽദൂനെയാണല്ലോ. അത് അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ആ ചിന്ത തന്നെ എടുത്തത്. ഇബ്നു ഖൽദൂൻ അതിൽ 2 തരത്തിലുള്ള ഹിസ്റ്ററിയെ വിശദീകരിക്കുന്നത് കാണാം. ഒന്ന് എക്സ്റ്റേണൽ ഹിസ്റ്ററി, മറ്റൊന്ന് ഇന്റേണൽ ഹിസ്റ്ററി. അദ്ദേഹം പറയുന്നത് എക്സ്റ്റേണൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതായത് ഒരു പുറത്തുള്ള വൈദേശികമായ എല്ലാവരും കാണുന്ന തരത്തിലുള്ള ചരിത്രം എന്ന് പറയുന്നത് അത് തീയതികൾ, പേരുകൾ, യുദ്ധങ്ങൾ, അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും ഉയർച്ചയും താഴ്ചയും എല്ലാം അതാണ് എക്സ്റ്റേണൽ ഹിസ്റ്ററി ആയിട്ട് അദ്ദേഹം പറയുന്നത്.
അദ്ദേഹം ഇന്റേണൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ വിഷയങ്ങളുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് അന്വേഷിച്ച് ചെല്ലുകയും അതിൻ്റെ കാരണങ്ങളും ഈ സംഭവങ്ങളുടെ ഒറിജിനെ കുറിച്ചുള്ള വിശദീകരണം ഉണ്ടാവുകയും സംഭവങ്ങൾ അത് ഉണ്ടാവാനുള്ള കാരണങ്ങളും എന്തുകൊണ്ടുണ്ടായെന്നും എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുമുള്ള ആഖ്യാനങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം ഇന്റേണൽ ഹിസ്റ്ററി എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതുവരെയുള്ള ചരിത്രത്തിൽ അൽബിറൂനി മാറ്റിവെച്ചാൽ പൊതുവെ ക്രോണിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അവിടെ ആര് എന്ത് എന്ന രീതിയിൽ ഹൂ അല്ലെങ്കിൽ വെൻ ഈ തരത്തിലുള്ള ചരിത്ര വായനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനേക്കാളും അപ്പുറം ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ ചരിത്രത്തെ വായിക്കുന്ന ഒരു രീതിയിലേക്ക് ഇബ്നു ഖൽദൂൻ എത്തുകയും അത് യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ പ്രധാന കാരണമായി മാറുന്നത്. അതുകൊണ്ടാണ് ആന്ത്രപ്പോളജി, സോഷ്യോളജി അടക്കമുള്ള കാര്യങ്ങളിലും മറ്റുള്ള സോഷ്യൽ സയൻസിൻ്റെയും എല്ലാം ഒരു അടിസ്ഥാനമായി ഇബ്നു ഖൽദൂന്റെ തിയറി മാറുന്നതും നമുക്ക് കാണാം. ഈ ഇസ്ലാമിക ലോകത്ത് പലതരത്തിലുള്ള രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം തൊബരിയുടെ, മസൂദിയുടെ, ഇബ്നു അസീർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന് വളരെ വ്യതിരിക്തമായ തരത്തിലാണ് ഈ ഇവിടെ ഇബ്നു ഖൽദൂൻ ഈ ഒരു വിഷയത്തെ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക ലോകത്ത് ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ചരിത്ര വായനയാണ് ഉള്ളത്. പക്ഷേ ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ആധുനിക പണ്ഡിതന്മാർ അതിൽ നിന്ന് വളരെ വ്യതിരിക്തമായി മാറുകയും കുറച്ചും കൂടി ഒരു മോഡേൺ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന തരത്തിലേക്ക് അതിനെ സമീപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. മോഡേൺ ഇസ്ലാമിക് ഹിസ്റ്ററി തന്നെ വളരെ വ്യതിരിക്തമായ ഒരു രീതിയാണ് ഹിസ്റ്റോറിയോഗ്രഫി. പ്രത്യേകിച്ച് ഈ ക്രോണിക്കിൾസിനെ അംഗീകരിക്കുകയും തൊബക്കാത്തുകളുടെ വായനയെ ക്രിട്ടിക്കലായി കാണുകയും അവർ പറയുന്ന ഈ കറാമത്ത് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൻ്റെ അവലോകനം നടത്തുകയും എന്നാൽ യൂറോപ്യൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൗ ആൻഡ് വൈ എന്ന് പറയുന്ന ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായതെന്നും അതിനൊരു മതപരമായ ഒരു കാഴ്ചപ്പാടിനേക്കാളും അപ്പുറം സാമൂഹ്യമായ, സാംസ്കാരികപരമായ, രാഷ്ട്രീയപരമായ, ജിയോ പൊളിറ്റിക്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പുതിയ ചരിത്ര വായനയിലേക്കും നമുക്ക് ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരു വായന ഉണ്ടാവുന്നതായി കാണാം. ഇങ്ങനെയാണ് മോഡേൺ ചരിത്ര വായന ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് ചുരുക്കി അവസാനിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇന്ത്യൻ ചരിത്ര വായനയും കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ചർച്ചയിൽ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ ഒരു ഏൻഷ്യൻ്റ് ചരിത്ര ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് ഉണ്ട്. അത് അധികവും ബ്രാഹ്മണിക്കാണ്. അവിടുത്തെ രാജാക്കന്മാരുടെയും പ്രിവിലേജ്ഡായ സമൂഹത്തിൻ്റെയും ചരിത്രം പരാമർശിച്ചുകൊണ്ട് ഈ അധികൃതരായ മാർജിനൈസ് ചെയ്യപ്പെട്ട സമൂഹത്തെ അവഗണിച്ച തരത്തിലൊരു ചരിത്ര വായന അവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് ബ്രാഹ്മണിക് ചരിത്ര ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നീട് ഉണ്ടാവുന്നത് കൊളോണിയൽ ചരിത്ര വായനയാണ്. ബ്രിട്ടീഷുകാരുടെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പോർച്ചുഗീസ്, ഡച്ചുകാരുടെയും സ്വാധീനവും പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഉണ്ടാകുന്നതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പലതരം ശക്തികളെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ പരാജയപ്പെടുത്തേണ്ടി വന്നത് മുസ്ലിങ്ങളെ ആയിരുന്നല്ലോ ഇന്ത്യൻ ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധികാരികളെയും മുസ്ലിം ഭരണത്തെയും മുസ്ലിം ജീവിതത്തെയും അടക്കമുള്ള എല്ലാ വിഷയത്തെയും ശക്തമായ സ്കെപ്റ്റിക്കലായി കാണുകയും അത് വളരെ ഇസ്ലാമോഫോബിക്കായ ഒരു സാഹചര്യം ചരിത്രത്തിൽ തന്നെ രൂപപ്പെടുത്തുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗസ്നവി മുതൽ പിന്നീട് മുഗൾമാർ വരെയുള്ള ചരിത്രവും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ ബാക്കിയുള്ള ഷാഹി ഡൈനാസ്റ്റിയുടെ ചരിത്രത്തിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു സെക്ടേറിയൻ കമ്മ്യൂണൽ ഡൈമെൻഷനിലൂടെ അവർ ഈ വിഷയത്തെ സമീപിക്കുകയും മുസ്ലിങ്ങൾ എന്നേക്കുമായി വില്ലനൈസ് ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര വായന അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് ഈ കൊളോണിയൽ ഹിസ്റ്ററി നാരേറ്റീവ്സിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്നാണ് നാഷണലിസ്റ്റ് വായന. സ്വാഭാവികമായും ബ്രിട്ടീഷ് കൊളോണിയൽ പവറിനോട് ഫൈറ്റ് ചെയ്ത നാഷണലിസ്റ്റ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് മജുംദാർ അടക്കമുള്ള ആൾക്കാരൊക്കെയും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്ലോറിയസ് പാസ്റ്റ് ഉണ്ടെന്നും ആ ഗ്ലോറിയൽ പാസ്റ്റിനെ നശിപ്പിച്ചത് പുറത്തുനിന്ന് വന്ന വരത്തന്മാരായ മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരടക്കമുള്ളവരാണെന്നും ആ ഒരു ഗ്ലോറിയസ് പാസ്റ്റിനെ ഇല്ലാതാക്കുന്ന ഈ തരത്തിലുള്ള വരത്തന്മാരുടെ സാന്നിധ്യമാണ് എന്ന തരത്തിലുള്ള മജുംദാറിന്റെ അടക്കമുള്ള ചരിത്രരചന നമുക്ക് ഇന്ത്യയിൽ കാണാം. അതിനും കുറച്ചും കൂടെ മാറിയിട്ട് മാർക്സിസ്റ്റ് ചരിത്ര വായന ഇന്ത്യയിൽ തന്നെ ഉണ്ടായി. പ്രത്യേകിച്ച് റോമില താപ്പറിനെ അടക്കമുള്ള വിവിധ ഇർഫാൻ ഹബീബ്, റോമില താപ്പറിനെ പോലുള്ള ആൾക്കാർ ഇന്ത്യൻ ചരിത്രത്തെ പോലെ ഒരു ക്ലാസ് സ്ട്രഗിളിന്റെ ഭാഗമായിട്ടാണ് അവരതിനെ കണ്ടത്. പക്ഷെ എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് സബാൾട്ടേൺ ചരിത്ര വായനയും അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ ചരിത്ര വായനയും ഇന്ത്യയിൽ രൂപപ്പെട്ടു എന്നത് വളരെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച്
രണജിത് ഗുഹയുടെ 1980-കൾക്ക് ശേഷം ഒരു സബാൾട്ടൈൻ സ്റ്റഡീസ് അദ്ദേഹം രൂപപ്പെടുത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ പോലും യഥാർത്ഥത്തിൽ ഒരു എലൈറ്റ് ക്ലബിൻ്റെ ലോകത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തതെന്നും അവർ കർഷകരെ കുറിച്ചോ തൊഴിലാളികളെ കുറിച്ചോ ദലിതരെ കുറിച്ചോ സ്ത്രീകളെ കുറിച്ചോ വേണ്ട തരത്തിലോ അതുപോലെ തന്നെ മാർജിനൈസ് ചെയ്യപ്പെട്ട കാസ്റ്റുകളെ കുറിച്ചൊന്നും വേണ്ട തരത്തിൽ ചർച്ച ചെയ്തില്ല എന്ന രീതിയിലും ഈ രണജിത് ഗുഹയുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് സബാൾട്ടൈൻ സ്റ്റഡീസിന്റെ ഭാഗമായി കാണാം. അതുപോലെ തന്നെ ഈ പോസ്റ്റ് കൊളോണിയലിന്റെ മറ്റൊരു ഭാഗമാണ് വിവിധ സമൂഹത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ, മുസ്ലിങ്ങളാവട്ടെ മൈനോറിറ്റികളാവട്ടെ ദലിതാവട്ടെ, അവരവരുടെ സ്വന്തമായ വായനകൾ ഉണ്ടാവുകയും ഒരു റീജിയണൽ ഡയമെൻഷനിലൂടെ ആ വായനയെ അവിടെയുള്ള ഹെജമണിയുള്ള അധികാരത്തിലുള്ള ചരിത്ര വായന തിരുത്താനും ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് കോർ പെരിഫറി എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സിനെ, പ്രത്യേകിച്ച് കൊളോണിയലും ബ്രാഹ്മണിക്കും നാഷണലിസ്റ്റ് ആയ ആൾക്കാരടക്കം ഉണ്ടാക്കിയെടുത്ത കോർ പെരിഫറി എന്ന് പറയുന്ന ഈ ബൈനറിയെ എടുത്തു മാറ്റുകയും എല്ലാ ഭാഗത്തിനും അവരുടേതായ ചരിത്രം അവരുടെ കോറാണ് എന്ന രീതിയിൽ ചരിത്ര വിശകലനം നടത്തുവാനും ഇന്ത്യയിലെ വിവിധ ജനങ്ങൾക്ക് കഴിഞ്ഞതും ഈ ഹിസ്റ്റോറിയയിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പഠനത്തിൽ വന്ന പുതിയ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം എന്ന് പറയുന്നത് ഇനി തുടരാനുള്ളതാണ്. അത് എന്നേക്കുമായി എല്ലാവർക്കും ഒരു പാഠമായി മാറുന്നു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഐബറത്ത് എന്ന നിലയിലാണ്. ഒരു ഹക്കും ബാത്തിലിൻ്റെയും ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നു. ദൈവികമായ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലെ തന്നെയും മനുഷ്യന്റെ ഇടപാടുകളും കൂടിയിട്ടാണ് ചരിത്രം ഉണ്ടാവാൻ കാരണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ദഹറൽ ഫസാദ് ഫിൽ ബരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഈ ബഹറിലും കടലിലും കരയുമെല്ലാം ഫസാദ് ഉണ്ടാവുന്നത് ജനങ്ങളുടെ കയ്യാലും കൂടിയിട്ടാണെന്ന് ഖുർആൻ പറയുന്നു. അത് ദൈവികമായ ഒരു റോളെന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഇടപെടലും കൂടി ചരിത്ര രൂപീകരണത്തിന് കാരണമാവുന്നു എന്ന് ഖുർആൻ പറയുന്നു. ഞാനിത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഇസ്ലാമിൻ്റെ ഒരു ചരിത്ര വായന എന്ന് പറയുന്നത് റിലീജിയസ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് ഇന്ന് ചെറുതായി ഒന്ന് സ്ലൈറ്റായി വ്യത്യാസപ്പെടുന്നുണ്ട്. കാരണം മതത്തിൻ്റെ ചരിത്ര വായന എന്ന പേരിൽ സെക്യുലറിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ പറയുന്നത് വെറും ദൈവികതയുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തെ കാണുന്നത് എന്നാണ്. ദൈവികമായ ഒരു ഇടപെടൽ മാത്രമായിട്ടാണ് ചരിത്രത്തെ കാണുന്നത് എന്നാണ്. പക്ഷേ ഇസ്ലാം ദൈവികമായ ഇടപെടലിനോടൊപ്പം തന്നെ മനുഷ്യന്റെ ഇടപെടലും കൂടി ചരിത്ര രൂപീകരണത്തിന് കാരണമാകുന്നു എന്നും വിശദീകരിച്ച് പറയുന്നത് നമുക്ക് ഖുർആനിലും തന്നെ വ്യക്തമാണ്. ഈ തരത്തിൽ വളരെ വിശാലമായ ഒരു ലോകമാണ് ചരിത്രത്തെക്കുറിച്ചുള്ള ചർച്ച. അത് ഹിസ്റ്ററി, ഹിസ്റ്റോറിസിറ്റി, ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന 3 പദങ്ങളിലൂടെയും അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിലൂടെ മിഡീവൽ മോഡേൺ ചരിത്രങ്ങളുടെ ഉണ്ടായ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങളും മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരു ഊർജത്തിനും അതുപോലെ തന്നെ അവരുടെ ഇന്റലക്ച്വൽ ഗ്രോത്തിനും എംപവർമെന്റിനും പുതിയൊരു കാരണമായി മാറിയിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.